ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ 2 വർഷത്തിന് ശേഷം 2.5 വർഷത്തിന് ശേഷം ഞാൻ നാട്ടിലോട്ട് പോവാണ്. ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടുകാർക്ക് ആർക്കും പറഞ്ഞിട്ടില്ല. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ പോവുകയാണ്. എന്തായാലും എൻ്റെ പോകുന്ന യാത്രയിൽ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഓക്കെ ഗൈസ്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഇമ്മടുത്ത് ചോദിച്ചു നോക്കാം. എടാ ഞാൻ പറഞ്ഞ വിഷമം വല്ലതും ഉണ്ടോ? കരയണേ എന്തെങ്കിലും ഗൈസ്. ഇതെന്റെ ജിമ്മേറ്റ് ആണ് അരുൺ, ട്രിവാൻഡ്രത്തുള്ള പേരാണ്. ഇവൻ ശ്രീലങ്കക്കാരൻ, എൻ്റെ റൂംമേറ്റ്, എൻ്റെ എല്ലാം. അങ്ങനെ പോവുകയാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഞാൻ ഇവിടെ കുവൈറ്റിലാണുള്ളത്. കുവൈറ്റിൽ നിന്ന് നേരെ ട്രിവാൻഡ്രത്താണ് പോകുന്നത്. കുവൈറ്റ് എയർവേസിലാണ് പോകുന്നത്. എന്തായാലും പോകുന്നതിനുള്ള എല്ലാ വിശേഷങ്ങളും കണ്ട് നമുക്ക് പോകാം കേട്ടോ. ഞാൻ എക്സൈറ്റ്മെൻ്റ് ആണ്. എന്നാലും ഓക്കെ. അങ്ങനെ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിൻ്റെ വീതികളിലൂടെ ഇതാ ഇന്ത്യയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടാക്സിയിലാണ് പോകുന്നത് കേട്ടോ. ഗൈസ് നോക്കിയാൽ നമ്മുടെ നാട്ടിലുള്ള പോലെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റ് ഫുഡ് പോലത്തെ സെറ്റപ്പാണ്. എന്ത് അടിപൊളിയായിട്ട് അവർ ചെയ്യണം നോക്കിയാൽ. സെറ്റല്ലേ? എന്നിട്ട് ഇവിടെയും ഉണ്ട്, അത് ഇവിടെ അതുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് ആൾക്കാരൊക്കെ വണ്ടിയിൽ വരിയായിട്ട് നിന്നിട്ട് സാധനം മേടിച്ചിട്ട് പോകുന്നു കേട്ടോ. റോഡ് നോക്കി, എന്ത് വിശാലമായിട്ടുള്ള റോഡുകളാണ് നോക്കിയാൽ. എൻ്റെ മോനെ, വാവ്. ഇതൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഇതാണ്ട് എയർപോർട്ടിലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ആയിട്ടാണ് എയർപോർട്ട് വരുന്നത് കേട്ടോ. അതുകൊണ്ട് അവിടെ ഇതങ്ങാക്കല്ലേ. ഗൈസ് അങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ടെർമിനൽ 4 എയർപോർട്ട് കേട്ടോ. നമുക്കിനി അകത്തോട്ട് കിടക്കാം. എൻ്റെ ലഗേജൊക്കെ ഇങ്ങനെ ഇവിടെ വന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. ഗൈസ് ഞാൻ അങ്ങനെ റാപ്പ് ചെയ്യാണ് ബാഗ്. ചെയ്തില്ലെങ്കിൽ അവിടെ നാട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ പൊട്ടി പണ്ടാരം അടങ്ങും. അതുകൊണ്ട് റാപ്പ് ചെയ്യാന്ന് വെച്ചു. കറക്റ്റ് വെയിറ്റൊക്കെയാണ് 31 കിലോയും. പിന്നെ നമ്മുടെ ഇതിന് 6 കിലോയും വരുന്നുണ്ട്. നമുക്ക് എല്ലാം കൂടെ 32x7 വരുന്നത് കേട്ടോ. ഇതാണ് ടോയ്ലറ്റ് നോക്കി എന്നാ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ ചോറൊക്കെ ഇട്ട് കഴിക്കാന്ന് പറയത്തില്ല, ആ സെറ്റപ്പിലാണ് ടോയ്ലറ്റ് കളിക്കുന്നത്. നോക്കി അടിപൊളിയല്ലേ? എൻ്റെ ക്യൂ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ക്യൂ. ഗൈസ് ചെക്കിങ്ങും കഴിഞ്ഞ് ഇമിഗ്രേഷനും കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ കുറച്ച് സീനാണ്. ഇതാണ് ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ. ഇവിടെ നിന്ന് നമ്മൾ എടുക്കാൻ പാടില്ല, കാരണം നല്ല എക്സ്പെൻസീവാണ്. ഗൈസ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. സോ എക്സൈറ്റഡ്. 2.5 വർഷത്തിന് ശേഷമുള്ള ഫ്ലൈറ്റ് യാത്രയാണ്. വളരെ സ്പെഷ്യലാണ് എനിക്ക്, വളരെ സ്പെഷ്യൽ. ഗൈസ് അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ സീറ്റിലിരിക്കുകയാണ്. എൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ, ചേട്ടാ ഹായ് പറയാം. ഞാൻ നേരത്തെ ഫ്രണ്ടിലാണ് ഇരുന്നത്. ഫ്രണ്ടിലിരുന്നപ്പോൾ എനിക്ക് വിൻഡോ സീറ്റൊന്നും കാണാൻ, വിൻഡോ സീറ്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ ഇങ്ങോട്ട് മാറിയിരുന്നു. ഇവിടെ സീറ്റ് ആൾക്കാർ ഭയങ്കര കുറവാട്ടോ. ആൾക്കാർ വലിയ ഫ്ലൈറ്റാണ്. സോ ആൾക്കാർ വലിയ കുറവുണ്ട്, വലിയ ആൾക്കാരൊന്നുമില്ല. ഞാനിപ്പോൾ വിൻഡോ സീറ്റിലോട്ട് മാറിയിരിക്കുക. جذب this aircraft. يجب وضع جميع الأمتعة في الأماكن المخصصة لذلك فوق مقعدك أو أسفل المقعد الذي أمامك. All hand baggage must be secured in the overhead stowage or under the seats in front of you. Now and locate the nearest exits. The escape path marked. ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് ഇതാ റൺവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇടറേ, എന്തുവാടേ ഇത്? ഇത് ഡൗൺ ക്യാമറ, ഇത് ഫോർവേഡ് ക്യാമറ. ശരിയോ? കുവൈറ്റിൻ്റെ ആകാശ കാഴ്ച മോനെ ഒരു രക്ഷയില്ല കേട്ടോ. നോക്കേ, അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എത്തിയിരിക്കുകയാണ്. പിള്ളേരെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം, 4 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്യാൻ പോകണം. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇനി നേരെ ഇമിഗ്രേഷൻ. മോനെ ട്രിവാൻഡ്രം എയർപോർട്ട്, ട്രിവാൻഡ്രം. ഗൈസ് അങ്ങനെ ബാഗേജ് മേടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് നല്ല തിരക്കുമുണ്ട്. എൻ്റെ ബാഗ് വന്നിട്ടുമില്ല. ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ സിവി ഈസ് കമ്മിങ്.
ചൂട് കഴിച്ച് ഭയങ്കര ചൂട് ഇവിടെ ചൂട് ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റി എല്ലാം കൊണ്ടും വയ്യ. എവിടെ എന്റെ വണ്ടി, എന്റെ പേടകം എവിടെ? ഗൈസ് റോഡിന്റെ അവസ്ഥ നോക്കി, എന്ത് പരിതാപകരമാണ് ഈ റോഡൊക്കെ. അവസ്ഥ നോക്ക്, എന്തോന്നടേ ഇത്. ആദ്യം നമ്മുടെ ദിൽജിത്തിനെയാണ് സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്. ദിൽജിത്തിനെ സർപ്രൈസ് ചെയ്തിട്ട് പിടിച്ചിട്ട് വരണല്ലോ. ഇനി എന്റെ ആ പപ്പ ഇപ്പൊ വരുന്ന അവസ്ഥ നോക്കി. ഫസ്റ്റ് പോയിട്ട് നമ്മുടെ ദിൽജിത്തിനെ സർപ്രൈസ് ചെയ്യണം, എന്നിട്ട് നേരെ എന്റെ വീട്ടിലോട്ട് പോകുന്നതായിരിക്കും. 18 Pro Max. ഇപ്പൊ എത്തിയുള്ളൂ. എന്താ പെട്ടെന്ന് നീ പെട്ടെന്ന് പോലെ അത് ഞാൻ പെട്ടെന്ന് എത്തിയതാ. ഇടി കിട്ടി, അവധി കിട്ടിയതാ കേട്ടോ. സോറി കേട്ടോ. തീർന്നറ അതിന്റെ ഈ വർഷത്ത് ഞാനിപ്പോ എന്റെ വീട്ടിലോട്ട് എത്തി. ഇതാണ് എന്റെ വീട് കേട്ടോ. വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് എൻ്റെ വീടാണെന്ന് പോലും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് എന്തോ മാറ്റങ്ങളാണ് നമ്മൾ. എനിക്ക് ഞാൻ മാറിയതാണോ അല്ലെങ്കിൽ ഇത് മാറിയതാണോ? അത് ഇത്തിരി കൂടി പോയില്ലേ ചേട്ടാ. അപ്പോൾ അമ്മയെ സർപ്രൈസ് ചെയ്യണം. അനിയത്തിയുണ്ട്, പപ്പ പോയെന്നാ തോന്നുന്നത്. നെഞ്ചിടി കൂടുന്നതായിട്ടാ എനിക്കറിയത്തില്ല. ഹാർട്ടൊക്കെ എനിക്ക് വന്നു അവർക്ക്. സർപ്രൈസ്. അപ്പൊ പോയാ അപ്പോ സർപ്രൈസ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ബൈ. അപ്പോൾ എന്റെ വീഡിയോ കണ്ടവര് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, എല്ലാം ലൈക്ക് ചെയ്യാം. ഓക്കെ ശരിയെന്നാ ബൈ.